UDF സർക്കാർ യു-ടേൺ സർക്കാരാണെന്ന് ഇടയ്ക്ക് അപവാദം കേട്ടിരുന്നു. ഇനി നമുക്ക് ഉറപ്പിക്കാം അത് അപവാദമല്ല എന്ന്. പഠിച്ചു പറയുന്ന ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി നമ്മുടെ വി ഡി സതീശൻ. അതുകൊണ്ട് PM ശ്രീയിൽ അദ്ദേഹം അന്ന് പറഞ്ഞതും പഠിച്ചിട്ടായിരിക്കുമല്ലോ. എല്ലാ വീരവാദം മുഴക്കലുകൾക്കും അവസാനം നിരുപാധികമായി PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവച്ചിരിക്കുകയാണ്. ഈ പണ്ട് CPM BJP ബന്ധത്തിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ശ്രീ M ആണ്. ഇപ്പോൾ CPM BJP ബന്ധത്തിൻ്റെ ഇടനിലയായി പ്രവർത്തിക്കുന്നത് PM ശ്രീയാണ്. അതാണ് വ്യത്യാസം. RSSൻ്റെ അജണ്ട, പൊളിറ്റിക്കൽ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ് ഇതിലൂടെ. ഈ പദ്ധതി കൺകറന്റ് ലിസ്റ്റിലുള്ള സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ള വിദ്യാഭ്യാസ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ മീതെ കേന്ദ്രത്തിൻ്റെ നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇന്നത്തെ മുഖ്യമന്ത്രി. ഇനി രമേശ് ചെന്നിത്തല, ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി, PM ശ്രീ പദ്ധതിയിൽ പണ്ടേ തൂഫാനായിരുന്നു. ഇത് BJPയും CPM തമ്മിലുള്ള അന്തർധാരയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് PMC പദ്ധതി ഒപ്പിട്ടത്. ഇവരേതായാലും റദ്ദാക്കുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. തൽക്കാലം CPI കബളിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു പണിയാണ്. MOU സൈൻ ചെയ്തിട്ട് റദ്ദാക്കണമെന്ന് പറഞ്ഞാൽ എവിടെ റദ്ദാക്കാനാണ്? ഇനി KC വേണുഗോപാൽ ആയിരുന്നു VD സതീശന് പകരം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെങ്കിൽ എന്നേ പിണറായി സർക്കാർ ഒപ്പിട്ട ആ MOU കീറിക്കളഞ്ഞേനെ. BJP CPM ഡീലിൻ്റെ ഓരോ ഘടകങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഈ PM ശ്രീ പദ്ധതി എന്ന് കണ്ടാൽ മതി. നമ്മുടെ സിലബസിലും അതുപോലെ കരിക്കുലത്തിലും സംഘപരിവാർ അജണ്ട വെച്ച് നിർത്തുന്ന ഒരു നടപടിയെയും കോൺഗ്രസ് ഗവൺമെന്റ് സാധിച്ചു മുന്നോട്ട് പോയില്ല. ഇനി ആകെയുള്ള പ്രതീക്ഷ അത് അലോഷ്യസ് സേവറിൽ മാത്രമാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് പൂർണ്ണമായി തുറന്നു കൊടുക്കുകയാണ് PM ശ്രീ പദ്ധതി വഴി ഒപ്പിട്ടതിലൂടെ കേരള സർക്കാർ ചെയ്തിരിക്കുന്നത്. കേരളത്തിൻ്റെ വരും തലമുറയോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ പാതകമാണ് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് വഴി കേരളം ചെയ്തിരിക്കുന്നത്. ഇത് വലിയ രീതിയിലേക്കുള്ള വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് മുന്നിലുള്ള കീഴടങ്ങലാണ്. ഈ PM ശ്രീ പദ്ധതി ഒപ്പിട്ടത് വഴി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ തന്നെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് വിറ്റിരിക്കുകയാണ് പിണറായി വിജയൻ. അവിടെ പിണറായി വിജയൻ എന്നുള്ള പേര് ഒരുപക്ഷെ മാറ്റേണ്ടി വരുമായിരിക്കും. നേരിട്ട് കണ്ടാൽ മുഖ്യമന്ത്രി ചിരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടി പോരാടാൻ KSU സംസ്ഥാന അധ്യക്ഷൻ ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പണ്ടൊരു നിലപാട്, ഇന്നൊരു നിലപാട്. അങ്ങനെയുള്ള സർക്കാരിനെ എന്ത് വിളിക്കണം? മറുപടി ഇന്നത്തെ വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ വക. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ നിലപാടില്ലാത്ത ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് തന്നെ അപൂർവമായിട്ടാണ് ഉള്ളത്. ആ നിലപാടുകൾ മാറ്റാൻ, ആ മാറ്റത്തിൽ ഒരു നാണക്കേടും തോന്നാത്ത ഒരു ഗവൺമെന്റാണ്. ഇന്നലെ രാത്രി തലയിൽ മുണ്ടിട്ടുകൊണ്ട് പോയി ആ കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ്. അതായത് എന്തായിരുന്നു ഇവർ ഇത്രയും കാലം പറഞ്ഞ നിലപാടുകളുടെ അവസ്ഥ? തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ കേവലം 200 കോടി രൂപ പ്രതിവർഷം കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ നാടകം ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എന്ത് CPI എന്നാണ്. അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ സഖാവ് ബിനോയ് വിശ്വത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹം കണ്ടില്ല എന്നായി. കാലം കുറച്ച് കാത്തിരുന്നതിന് ശേഷമാണ് UDFന് ഒരു യോഗം ചേരാൻ കഴിഞ്ഞത്. ഇന്നത്തെ UDF യോഗത്തിൽ ഘടകകക്ഷിയായിരിക്കുന്ന ഷിബു ബേബി ജോൺ ഈ വിഷയത്തിൽ PM ശ്രീയിൽ എന്തായിരിക്കും നിലപാട് പറഞ്ഞിട്ടുണ്ടാവുക എന്നറിയാൻ ആകാംക്ഷയുണ്ട്. പിന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞതെല്ലാം നടപ്പാക്കാനല്ല ഭരണപക്ഷത്ത് വന്നതെന്ന് നേരത്തെ തന്നെ KM ഷാജി പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPMകാര RSSും നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSSന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട. പക്ഷേ മലയാളിയെ പഠിപ്പിക്കുമെന്നാണ് UDF ഇന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് പഠിച്ചു പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി BJPയുടെ മുൻ അധ്യക്ഷന്റെ വാക്കുകൾ മുഖവിലക്കെടുക്കാൻ തീരുമാനിച്ചു എന്നാണ്.
4 വർഷക്കാലം അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി തെറ്റായ പ്രചരണങ്ങൾ നടത്തി ഇടതുപക്ഷം ഇവിടെ ആ ദേശീയ വിദ്യാഭ്യാസ നയത്തെ തടസ്സപ്പെടുത്തിയത്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാവുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടിയാണ് PM ശ്രീ പദ്ധതി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഞാൻ അത് ആവർത്തിക്കുകയാണ്, ആ വാചകം എല്ലാ അർത്ഥത്തിലും കേരളത്തിൽ നടപ്പാവും. കെ സുരേന്ദ്രൻ നടപ്പാകുമെന്ന് പറഞ്ഞു. VD സതീശൻ അത് നടപ്പാക്കാൻ പോകുന്നുവെന്ന് UDF യോഗം ചേർന്ന് ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നു.